welcome back to our channel ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള പരിപാടി കണ്ടില്ലേ. എല്ലാവരുടെയും കോസ്റ്റ്യൂം നോക്കൂ. കോസ്റ്റ്യൂം കേട്ടസി സനുവിനാണ്, കാരണം സനു ആണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും സെയിം കോസ്റ്റ്യൂമിലാണ്. ഷിമി ഒന്നിട്ട് തിരിഞ്ഞു ഒന്നുകൂടി നോക്കൂ. യെസ് അല്ലേ, ഇത് ക്യാമറമാൻക്ക് കോസ്റ്റ്യൂം ഇല്ല, ബാക്കിയുള്ളവർക്കാണ് കോസ്റ്റ്യൂം. അതെ അങ്ങനെ വേണ്ട പറയണ്ട. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ഫോട്ടോ എടുക്കാൻ വന്നിട്ട് കത്താറയിൽ പോയിട്ട് വെടിക്കെട്ട് കാണാനുള്ള പരിപാടിയാണ്. അപ്പോൾ കത്താറയിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് വക്രയിൽ പോയിട്ടും വെടിക്കെട്ട് കാണാം. 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 2 എണ്ണത്തിൽ എവിടെ വേണമെങ്കിലും പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഇന്നലത്തെ പെരുന്നാളിൻ്റെ അന്ന് വന്നിട്ട് ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നു ഈ ഡ്രസ്സിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. നമ്മൾ സ്ഥിരമായിട്ട് വരുന്നത് ഇവിടെയാണ് ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം, എന്നിട്ട് നമുക്ക് പോവാം. ഇതാ ഹാനിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കയറി നിന്നു. ഓക്കെ, ഇതാ ബേബി, ഈ ബേബിക്ക് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കയറണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫോട്ടോ എടുക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞു. ഓൾറെഡി മാതിരി ബാങ്കൊക്കെ വിളിച്ചു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് കത്താറയിലോട്ട് പോകാമെന്നുള്ള പരിപാടിയാണ്. കാരണം കുറച്ച് സമയമുണ്ട്. അപ്പോൾ കത്താറയിൽ പോയിട്ട് നേരത്തെ നമുക്ക് സ്ഥലം പിടിക്കാമെന്നുള്ള പരിപാടിയിൽ. അപ്പോൾ നമുക്ക് നേരെ കത്താറയിലോട്ട് പോവാം. യെസ്, ഇറക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. വേണ്ടേ? ഓ ബേബി, യു വാണ്ട് ചായ? യു വാണ്ട് ടീ? നോ. യു വാണ്ട് ഷവർമ? നോ, യു ഡോണ്ട് വാണ്ട് ഷവർമ? ഓക്കെ, ബേബിക്ക് ഷവർമയും ചായയും വേണ്ടെന്ന് പറഞ്ഞു. യെസ്, എനിക്ക് ചായ വേണം ബേബി. ഐ നീഡ് ഷവർമ. യു വാണ്ട് ചായ? നോ, ഐ നീഡ്. അപ്പൊ ചായ ഓർഡർ പറഞ്ഞിട്ട് പിന്നെ അതെ ചാലു ഷവർമ വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ്. യെസ്, ആള് വരും. ഇത് ഈ സീറ്റ് പിള്ളേരെ പോലെ സീറ്റ് പിടിച്ചിരിക്കാണ്. സിമി സീറ്റ് പിടിച്ചിരിക്കാണ്. എന്താ ഞാൻ വെറുതെ കാഴ്ച കാണാൻ കേറി. ശരി. ഹായ് ബേബി. ബേബി വാശി പിടിച്ച് അവിടെ കയറിയിരിക്കാണ്. അപ്പൊ നമ്മള് ചായ കൂടി ഷവർമ കഴിക്കല്. ചാലു ഷവർമ കഴിച്ചു കഴിഞ്ഞാ ഓഫ് പോയി. ഷവർമ കഴിച്ചു കഴിഞ്ഞാ ബേബി ചാലു നമ്മള് ചായ കൂടി ഷവർമ കഴിക്കലെല്ലാം കഴിഞ്ഞു. നമുക്കിവിടുന്ന് മെല്ലെ ഇറങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മള് കത്താറയിലെത്തി. ഇനി നമ്മളുടെ മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിൽ വന്നിട്ട് പാർക്ക് ചെയ്ത് അതേ സ്ഥലത്ത് പാർക്ക് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, സൈഡിലേക്ക് നോക്കിയാൽ ഇഷ്ടംപോലെ ആൾക്കാർ വേറെ എവിടേക്കോ പാർക്ക് ചെയ്ത് നടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം പാർക്കിംഗ് കിട്ടുമെന്നുള്ളത്. ഓക്കെ ഗിഫ്റ്റ് ബോക്സ് ചെരിഞ്ഞെടുക്കണതല്ല, അതാ ഗിഫ്റ്റ് ടേബിൾ ഒന്ന് ചെരിഞ്ഞതാ. നോക്കി അവിടെ ഡിസൈൻ ചെയ്തിട്ടൊക്കെ കണ്ടില്ലേ. ഈദ് മുബാറക്, ഈദ് മുബാറക്. എന്റെ പാട്ട് കേട്ടിട്ട് എല്ലാരും എന്നോട് പറയും, നീ എല്ലാ വ്ളോഗിലും ഒരേ പാട്ട് പാടുന്നു. കാരണം സബ്സ്ക്രൈബേഴ്സ് 1000 പേരെങ്കിലും കുറയും. ഇത് ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാർക്ക് ചെയ്യാൻ നോക്കിയത്. അപ്പൊ നമുക്ക് ഇവിടെ കയറാൻ നോക്കാം. പക്ഷെ ഇവിടെ കയറിയതിനു ശേഷം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. ഓരോരുത്തർ പോകുന്നത് നോക്കിയിട്ട് എങ്കിലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ. ആരെങ്കിലും അങ്ങോട്ട് വണ്ടി എടുത്താ ആ ചാൻസിൽ കയറാം. ആരെങ്കിലൊക്കെ വണ്ടി എടുക്കണ്ട. അങ്ങനെ ഫൈനലി നമുക്ക് ഒരു പാർക്കിംഗ് ഒക്കെ കിട്ടി. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. വണ്ടി ലോക്ക് എടുത്തേ. യെസ്, വണ്ടിയൊക്കെ ലോക്ക് ഇട്ടു. നല്ല അടിപൊളി സ്ഥലത്തെ പാർക്കിംഗ് കിട്ടിയെന്ന് പറയാം. കാരണം ബാക്ക് സൈഡിൽ ഉണ്ടല്ലേ വെള്ളവും, നല്ല അടിപൊളി ഏരിയ. അപ്പോൾ ശരി, അമ്മുന് നൗറിനെയും കണ്ടില്ലേ, അവർ നമ്മളെ കൂടെ ഉണ്ട്. അവർക്കും തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടി. ശരിക്കും ഇവിടെ പാർക്കിംഗ് വേറെയൊക്കെ ഫ്രീ ഉണ്ട്. ഈ ഏരിയയിൽ നമുക്ക് കറക്റ്റായിട്ട് വരാത്ത കാരണം എന്താണ്? അതെ,
നല്ല അടിപൊളി സ്ഥലത്താണ് പാർക്കിംഗ് കിട്ടിയത്. നമ്മുടെ തൊട്ട അടുത്ത് തന്നെ പോലീസ്, നമ്മൾ വണ്ടിക്കെല്ലാം കാവലായിട്ട് നമ്മൾ പോലീസുകാരെയും വെച്ചിട്ടുണ്ട്, വണ്ടിയൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. ഇൻകേസ് നമ്മൾ ആ ലൈറ്റും അറിയണ കണ്ടില്ലേ, നമ്മളുടെ ഇത് നോക്കിയിട്ടാണ് പോകുന്നത്, ഫുള്ള് ഇത് നോക്കിയിട്ടാണ് പോകും. വരും മാറി 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 വണ്ടി വരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ഇടാ പോലീസ് നമ്മളെ കൂടെ തന്നെ അവിടെ ഫുള്ള് ഇത് നോക്കാൻ. അരമണിക്കൂറുള്ള വെടിക്കെട്ടിന്. അപ്പോൾ നമ്മൾ വെടിക്കെട്ടിൻ്റെ ഇത് നോക്കി പോകണം. വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കയറി ഇറങ്ങിയിട്ട് ലെഫ്റ്റ് പോകണം. നല്ലൊരു അടിപൊളി ചെടി എന്ന് പറഞ്ഞൊരു ഇത് റിസോർട്ടാണ്. ഓഫ്, അവരൊരു 5 മില്യൻ്റെ മരമാണെന്നാണ് പറഞ്ഞത്. 3 മില്യൺ ഒരു ചെറിയ കുഞ്ഞു മരത്തിന്. അത്രയും ലക്ഷറിയസ് ആയുള്ളൊരു റിസോർട്ടാണ്. അതിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അതെ അതെ അതെ. ഇവിടെ അതിൻ്റെ റിസോർട്ട് ഞാൻ കാണിച്ചു തരാം. റിസോർട്ട് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട്. കണ്ടില്ലേ, ആ റിസോർട്ട് കാണാൻ കണ്ടില്ലേ എന്ത് ഭംഗിയാ. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ അവിടെ ആയിട്ട് പാർക്കിംഗാണ് എടുത്തത്. അപ്പോൾ ഇതേ അമ്മൂൺ ടീമൊക്കെ അതേ ഒരു ഷോർട്ട് കട്ട് അടിക്കുന്നുണ്ട്. ഷോർട്ട് കട്ടിൽ ഇങ്ങനെ പോകാൻ പറ്റുമോ ഷോർട്ട് കട്ട്? ഷിമി, നല്ല മുല്ലപ്പൂവിൻ്റെ മണം. ഷിമി, ഇവിടെ നല്ല മുല്ലപ്പൂവിൻ്റെ മണം വന്നില്ലേ? എനിക്ക് തോന്നി താഴത്തതാണെന്ന് തോന്നുന്നുണ്ട് മുല്ലപ്പൂ. ഇതാണത്? ആ, ഇതാണ് സാധനം മണം. മുല്ലപ്പൂ അല്ല, വേറെ ഏതോ ആണ്, പക്ഷെ നല്ല മണമുണ്ട്. അതെ അതെ, വലിയ നല്ല മണമുണ്ട്. പറ്റുമോ? അങ്ങനെ നമ്മളിപ്പോ എല്ലാവരും എല്ലാ പുതിയ പുതിയ വഴികളും ട്രൈ ചെയ്താ പോകുന്നത്. ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റും. ആ ഒരു അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ച് റോഡിലെത്തി. ശരിക്കും നമുക്ക് ഇവിടെ വന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കട്ടാ സിമി. ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ആ, അടിപൊളി സാധനം. ഈ ഏരിയയിലാണ് നമ്മൾ നേരത്തെ വന്നിട്ട് പാർക്കിംഗ് കിട്ടാതെ പോയത്. അതേ അമ്മു, സാനി, ഹാനി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ബാക്കി നൗറി ഇവരൊക്കെ നടന്ന വളർന്നാ വേഗം വാ. ഹലോ, അങ്ങനെ നമ്മൾ ഫൈനലി നടന്നെത്തി. കണ്ടില്ലേ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒയ്യോ, എന്തോരം ആൾക്കാരാ. ഇതിൻ്റെ മുകളിൽ ആൾക്കാർ കയറിയിരിക്കണണ്ട. ഇവിടെ ഫുൾ ആൾക്കാർ കയറിയിരിക്കുക. ശരിക്കും ഇവിടെ കടലിലാണ് ശരിക്കും ഫയർ വർക്ക് ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് ഇവിടെ നിന്ന് കിട്ടിയതാ ഈ ഭാഗത്ത്. പ്രാവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ള അറിയില്ല. ഐസ് വന്നില്ല. ക്ലിക്ക് ഒന്നുകൂടെ ചെയ്തോ? ഇപ്പോൾ വരും. സ്റ്റാർട്ടായില്ല. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യും. സ്റ്റാർട്ടായി. വാ, കറക്റ്റ് ചാലു. വാ, കറക്റ്റ് ചാലു. ക്ലിക്ക് ചെയ്തപ്പോൾ വന്നു.
എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആളുകളെല്ലാം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഈ ആളുകളെല്ലാം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പില്ല. അതിന് വെടിക്കെട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ചിഞ്ചുവിനോട് ചോദിച്ചോക്കട്ടെ. ബേബി ചിഞ്ചു, സാനി എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? പറ്റിയ സാധനം എന്തോരാളുകളാ. ആർക്കാ വാഷ്റൂമിൽ പോണ്ടേ? ചാലോ? ആ ദേ നിക്കുന്നവര് കാണാൻ. അതെ, ഇനി അവരത് ഫുള്ളാക്കിയിട്ട് തരും നോട്ട്സ്. കിട്ടില്ല. ഹാപ്പി ആള് അവിടെ ഒരു രൂപങ്ങളൊക്കെ വന്നിരുന്നു. എന്തോരാൾക്കാരാ. നല്ല ലൈറ്റ് ഉണ്ട് അവിടെ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇല്ലേ? ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. കുറെ ആൾക്കാരുണ്ടാ? ആരാ വാളും പിടിച്ചു നിൽക്കുന്നത്? ഓ എന്താ യെസ് റാണി. വേറെ ലെവല്. വലത്തെ കൈയിട്ട് പിടിക്കടാ. ഈ അടുത്ത കയ്യാ? അയ്യോ ഭയങ്കരമായി പോയി. ഭയങ്കര ബോസ്. Just to take one photo. No need. Only this. Only take a photo. Okay. പറ്റില്ല. വെയിറ്റ് ഉണ്ട് പറ്റില്ല. അതവരുടെ ബാൻഡിന്റെ പേരെങ്ങനെ ആയിരിക്കും? അറബോയ്ക്ക് അറിയാത്ത കാരണം. ഓക്കെ, സാനിക്ക് തട്ടാൻ പറ്റില്ലേ? തട്ടിയേക്ക്. ഓക്കെ മതി.
വേണ്ട ഹാപ്പി ആയി. ഇനി കേട്ടാ അതാണ് പ്രശ്നം. അവൾക്ക് ചില സാധനങ്ങളുണ്ട്, അത് കിട്ടുന്നവരെ അവൾക്ക് വാശിയാണ്. അതെ, ഭയങ്കരയാണ് അവൾ, ഭയങ്കര. എന്താ ചിരി കണ്ട? അതെ, നമ്മളെ വെടിക്കെട്ട് കാണാനുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു. ഇപ്പൊ തിരിച്ച് നമ്മള് പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ്. ഇനിയിപ്പോ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ടാവും എല്ലായിടത്തും. കാരണം ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ പാർക്കിംഗ് ഫ്രീ ആയി. നമ്മളുടെ ഹോട്ടലല്ല കാണുന്നത്, ചെടി തന്നെയല്ലത്. അതെ അതെ, ചെടി ഹോട്ടലാണ് കാണുന്നത്. നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള ഹോട്ടലിലെ. പ്രത്യേകിച്ച് ഒരു ആ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ ഒരു ഭംഗി കൂട്ടണത്. ബേബി കണ്ടില്ലേ, വയറുമ്മൽ ബലൂണൊക്കെ ഇട്ടിട്ടാ നടന്നു വരുന്നത്. ഒരു കെൻസ കുടിച്ച എനർജിയെ കാണുന്നത്, കെൻസയുടെ എനർജിയെ കാണുന്നത്. നമ്മൾ പഴയ പോലെ തന്നെ വന്ന വഴി തന്നെ നടക്കുകയാണ്. ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ചെടി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇട്ടിട്ടുള്ളത് വണ്ടി. നേരെ അങ്ങോട്ട് നടക്കാം. ഓ, എന്ത് രസമോ കാണാനില്ല. അപ്പുറ സൈഡ് നോക്കിയേ, ആ ലൈറ്റ് കൊടുത്തുള്ളത് സൂപ്പറായി. കേട്ടം കയറി ഇറങ്ങി കഴിഞ്ഞാ നല്ലൊരു കാലറി കുറഞ്ഞിട്ടും ഗൈസ്. അതെ, ഇനി നിങ്ങൾ ഇവിടെ വരുമ്പോ കാർ പാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങളൊരു ബാർബിക്യൂ കഴിച്ചു. അതെ അതെ, ഇത് കഴിഞ്ഞ ഈ കലോറി കുറക്കാന്നിട്ട് അവിടെ പോയി കലോറി കയറ്റുക. ആ ഇറക്കിയ കലോറി കയറ്റുക, അതോടെ തീരുമാനാവും. കാണില്ലല്ലോ, ഇത് ബാക്കിലായി അവര്. നിങ്ങളെങ്ങനെ ബാക്കിലായി? വണ്ടിയില് ഇവിടെ ആ വണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്താ കുടിക്കാന്. അത് നമ്മളെ പാർക്കിങ്ങിലെത്തി കുറച്ച് വെള്ളം കുടിക്കാം. ഇതെങ്ങനെ ബാക്കിലായി? നോണ എന്നിട്ട് എവിടെ വെള്ളം അങ്ങനെ ഹോട്ടലാണെന്ന് കരുതി അതന്നെ ക്ഷീണിച്ച്. എല്ലാവരും വെള്ളം കുടിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. എന്താ ചെയറിന്റെ പരിപാടിയാണോ? ചെയർ ഇത് ബാക്കിൽ കാണും. ഇപ്പൊ നേതി മന്തി കാണുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കേണ്ട നമ്മൾ നേതി മന്തിക്കാ പോണെന്നുള്ളത്. വേണ്ട, നമ്മള് പോകുന്നത് എവിടേക്കാ പോണത്? തുർക്കിഷ് ലയോല. അപ്പൊ അത് സിഗ്നലിന്റെ അടുത്ത് ക്രോസ് ചെയ്യാനുള്ള പരിപാടിയില്ല. ഈ വഴിവാ, ഫുള്ള് ഗ്രീനാണ്. അപ്പോൾ വെയിറ്റിങ്ങില്ല, കട്ട് എന്താ ബേബി ഇതേ ചിഞ്ചുവിന്റെ കഴുത്തിലിരിക്കുകയാണ്, തോളിൽ കയറിയിരിക്കണില്ലേ. അതെ, സുഖിച്ചു. നമ്മൾ ലയോലക്കിലാണ് പോകുന്നത്. അവിടെ നേതി മന്തി അതേ കാണുന്നു, അവിടെ കയറുന്നില്ല. പോരെ ഓക്കെ. ഈ ഉണ്ടല്ലേ തുർക്കിഷ് ലയോനക് റെസ്റ്റോറൻറ്റ്. നമ്മൾ അവിടെ എത്തി ഉണ്ടല്ലേ. നേതി മന്തി ഇത് അപ്പുറത്തെ സൈഡിൽ കാണുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പം നമുക്ക് ഇവിടെ കയറാം. ഓക്കെ ഷിമി, ചാലോ കയറിക്കോ. സ്റ്റെപ്പ് കയറുണ്ട്. നിങ്ങളിവിടെ കേറില്ലേ? ചേട്ടാ, നോ പെരുന്നാക്ക് ഫുള്ള് ചെയറിന് ഷോർട്ടേജ് ആണല്ലോ. എവിടെ നമ്മളിപ്പോ ഇപ്പൊ തൊട്ട് നമ്മൾ എവിടെ പരിപാടി വെച്ചിരിച്ചാലും ചെയർ പ്രശ്നമാണ്. എല്ലാവരും ശക്തമായ കളിയാണ്. ബേബി എന്തോ കാര്യം ഫുഡ് എത്തി. അല്ലല്ല, രണ്ടാമത് എത്തി. യെസ്,
രണ്ടാമത്തെ ഫുഡ് എത്തി. 2 ഫുഡ് എത്തി. ബേബിയുടെ തലയിൽ കളിക്കാൻ. കഴിച്ച ഇനിയിപ്പോ പ്ലേറ്റിന്റെ ആവശ്യമില്ല. കഴിച്ചോളൂ. വെള്ളം കൊണ്ടുവരും. ഇതാ പ്ലേറ്റ് കൊണ്ടുവന്നു. അവർക്ക് പ്ലേറ്റ് കഴുകാനുള്ള ആവശ്യമില്ല. ഇനി പ്ലേറ്റിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഫുഡടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓ ബേബിയുടെ ഭയങ്കര ഷൗട്ടിങ്ങില്ല. ഫുഡടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് നേരെ വീട്ടിൽ പോവാ. എല്ലാവർക്കും